ഇന്നലെയായിരുന്നു കേരളത്തെയും തമിഴ്നാട്ടിനെയും ഒരുപോലെ നടുക്കിക്കൊണ്ട് മഹാനടനും സംവിധായകനുമായ ഭാഗ്യരാജിന്റെ വിയോഗം സംഭവിച്ചത്. പെട്ടെന്നുണ്ടായ അപ്രതീക്ഷിതമായ ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അന്ത്യം സംഭവിച്ചുവെന്നും അറിയാൻ സാധിച്ചത്. കേരളത്തിൽ നിന്നും ഒട്ടനവധി സിനിമാ താരങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയിരിക്കുന്നത്. ഇന്നാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. ഈ ഒരു സാഹചര്യത്തിൽ തമിഴ് നടന്മാർ മാത്രമല്ല, അന്യ സംസ്ഥാനത്തിൽ നിന്നും ഒരുപാട് നടന്മാരാണ് എത്തുന്നത്. കേരളത്തിൽ നിന്നും മമ്മൂട്ടിയും ദിലീപും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. ദിലീപുമായി മിസ്റ്റർ മരുമകൻ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, തന്റെ ഗുരുതുല്യനായ വ്യക്തിയാണ് അദ്ദേഹമെന്നാണ് ദിലീപ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നടൻ ജയറാമും ഭാര്യയായ പാർവതിയും ഭാഗ്യരാജിനെ കാണാൻ ചെന്നപ്പോൾ ഉണ്ടായ വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ ഏറെ ശ്രദ്ധ നേടുകയാണ്. എന്നാൽ ഈ ഒരു സംഭവത്തിനെയാണ് ഒരുപാട് പേർ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കേരളത്തിൽ എത്രയോ നടന്മാരുടെ വിയോഗം സംഭവിച്ചിട്ട് പോലും നടനായ ജയറാം ഒരു വാക്ക് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒന്ന് കാണാനോ വരാത്ത വ്യക്തിയാണ്. മാത്രമല്ല, ഭാര്യയുമായിട്ടാണ് ഇപ്പോൾ ഭാഗ്യരാജിനെ കാണാനെത്തിയിരിക്കുന്നത്. ജയറാം എന്ന നടനെ ജയറാമാക്കിയത് മലയാള സിനിമാ ലോകം തന്നെയാണ്. അതൊരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു. അന്തരിച്ച നടൻ ശ്രീനിവാസനെയോ സലീം കുമാറിനെയോ ഒരു നോക്ക് കാണാൻ പോലും നടൻ ജയറാം എത്താത്തിനെ ഇപ്പോഴും എടുത്തു കാണിച്ചാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പലരും പ്രതികരിച്ച് രംഗത്ത് വരുന്നത്. ഓവർ വിനയവും തമിഴ് സിനിമാ ലോകത്ത് വീണ്ടും അവസരങ്ങൾ ലഭിക്കാനും തമിഴ്നാടിന്റെ പ്രീതി പിടിച്ചു പറ്റാനുമാണ് ജയറാം ഈ ശ്രമിക്കുന്നതെന്നും വന്ന വഴി മറക്കുന്നവനാണ് ജയറാം എന്നൊക്കെയുള്ള മോശം കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.